നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കുതിർത്തി വെച്ച റോസ്മേരിയും ഉലുവയും. കേട്ടോ, റോസ്മേരിയും ഉലുവയും അപ്പോൾ തന്നെ ജെല്ല് പാകത്തിലായിട്ടുണ്ട് കണ്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ മുളപ്പിച്ച നമ്മുടെ ഗ്രീൻ ഗ്രാം ചെറുപയർ കേട്ടോ, അത് മുളച്ചേക്കണുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കേട്ടോ മുളപ്പിച്ച കണ്ടോ ഗ്രീൻ ഗ്രാം ചെറുപയർ. എന്നിട്ട് ഇത് എല്ലാം കൂടി അടിച്ച് പേസ്റ്റ് ആക്കും കേട്ടോ. നമുക്ക് അത് എന്നിട്ട് വേണം തുണിയിൽ പിഴിഞ്ഞെടുക്കാൻ. കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ റോസ്മേരിയുടെ ഉലുവയുടെയും ജെല്ല് അരച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതിപ്പോൾ നമ്മൾ ചെറുപയർ മുളപ്പിച്ചത് അരച്ചെടുത്താണ്. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ഈ കോട്ടൺ തുണിയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിലാണ് എല്ലാം അരിച്ചെടുക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ അരച്ചു വെച്ച റോസ്മേരിയുടെയും ഇതും അരിച്ചെടുത്താണ് കേട്ടോ ഇത് ജെല്ല്. കണ്ടോ, ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്തോരം ആവശ്യമാണോ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് കൂട്ടിയും കുറച്ചിരിക്കാം കേട്ടോ. ഈ ഇതിൻ്റെ കേട്ടോ ഈ റോസ്മേരിയും ഉലുവയൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചിരിക്കാം. നല്ല സുഖമാണ് കേട്ടോ ഇത് തലയിൽ തേക്കുമ്പോൾ. തലോട്ടിലൊക്കെ തേക്കുമ്പോൾ നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ എല്ലാ പാക്കും തേക്കാറ് നമ്മൾ. അതെല്ലാം തലോട്ടിയിൽ തേച്ചു പിടിപ്പിക്കും. നല്ല വാസനയാണ് കേട്ടോ.
ഇങ്ങനെയാണ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ റോസ്മേരി ഉലുവയും മുളപ്പിച്ച മറ്റേ ഗ്രീൻ ഗ്രാമും കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഹെയർ മാസ്ക് ആക്കി തല തേക്കുന്നത്.